ദ്വാരക കേവലം ഒരു ഐതിഹ്യമോ അതോ ചരിത്രമോ? കൃഷ്ണന്റെ സ്വർണ്ണ നഗരം കടലിനടിയിലായെന്ന് പുരാണങ്ങൾ പറയുന്നു. എന്നാൽ ആധുനിക ശാസ്ത്രം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഗുജറാത്തിന്റെ തീരങ്ങളിൽ നിന്ന് ഏകദേശം 40 മീറ്റർ ആഴത്തിൽ കടലിനടിയിൽ കണ്ടെത്തിയ കൂറ്റൻ കൽമതിലുകളും ലോകത്തെ ഞെട്ടിച്ചു. ഇത് മഹാഭാരതത്തിൽ പറയുന്ന അതേ ദ്വാരകയാണോ? 9000 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു വികസിത നാഗരികത ഉണ്ടായിരുന്നോ? ദ ക്രോണിക്കിളർ മലയാളത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മെ കൊണ്ടുപോകുന്നത് ആഴക്കടലിലെ നിഗൂഢതകളിലേക്കാണ്. മഹാഭാരതമനുസരിച്ച് മധുരയിൽ നിന്നും യാദവർക്കു വേണ്ടി കൃഷ്ണൻ നിർമ്മിച്ച നഗരമാണ് ദ്വാരക. ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ച ഈ നഗരം സ്വർണത്താൽ സമൃദ്ധമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കൃഷ്ണന്റെ വൈകുണ്ഠാരോഹണത്തിനു ശേഷം ആ വലിയ നഗരം കടലിനടിയിലേക്ക് താഴ്ന്നുപോയി. നൂറ്റാണ്ടുകളോളം ഇതൊരു കഥയായി മാത്രം വിശ്വസിക്കപ്പെട്ടു. പക്ഷേ 1980കളിൽ ഇന്ത്യൻ നാവികസേനയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫിയും ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങൾ ചരിത്രത്തെ മാറ്റിമറിച്ചു. അറബിക്കടലിലെ പര്യവേഷണങ്ങൾക്കിടെ ഡോക്ടർ SR റാവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിശയിപ്പിക്കുന്ന ചിലത് കണ്ടെത്തി. കടലിനടിയിൽ കിലോമീറ്ററുകളോളം നീളുന്ന മതിലുകൾ, കല്ലിൽ തീർത്ത നങ്കൂരങ്ങൾ, പുരാതനമായ മൺപാത്രങ്ങൾ ഇവയെല്ലാം ഒരു വലിയ തുറമുഖ നഗരത്തിന്റെ അവശിഷ്ടങ്ങളായിരുന്നു. കണ്ടെത്തിയ പല വസ്തുക്കൾക്കും 5000 മുതൽ 9000 വർഷം വരെ പഴക്കമുണ്ടെന്ന് കാർബൺ ഡേറ്റിംഗ് വഴി വ്യക്തമായി. അതായത് നമ്മൾ വിചാരിച്ചതിലും എത്രയോ മുൻപേ ഇന്ത്യയിൽ ഒരു മഹാനാഗരികത നിലനിന്നിരുന്നു. എന്തുകൊണ്ടാണ് ഈ നഗരം മുങ്ങിപ്പോയത്? ഭൂമിശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ അവസാന മഞ്ഞുയുഗത്തിന് ഐസ് ഏജിന് ശേഷം സമുദ്രനിരപ്പ് ഉയർന്നതാകാം ദ്വാരകയെ വിഴുങ്ങിയത്. എന്നാൽ ചിലർ പറയുന്നത് വലിയൊരു ഭൂകമ്പമോ സുനാമിയോ ആയിരിക്കാം കാരണമെന്നാണ്. സിന്ധു നദീതട സംസ്കാരത്തിനു മുൻപേ ഇത്രയും വികസിതമായ ഒരു നഗരം ഇന്ത്യയിലുണ്ടായിരുന്നു എന്നത് ലോക ചരിത്രകാരന്മാരെ ഇന്നും അമ്പരപ്പിക്കുന്നു. ഈ കണ്ടെത്തലുകൾ മഹാഭാരതത്തിലെ പല വിവരണങ്ങളും വെറും കഥകളല്ല, മറിച്ച് നടന്ന കാര്യങ്ങളാണെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. കടലിന്റെ ആഴങ്ങളിൽ ഇനിയും എത്രയോ രഹസ്യങ്ങൾ മറഞ്ഞുകിടക്കുന്നു. ദ്വാരക ഒരു തുടക്കം മാത്രമാണ്. നമ്മുടെ പുരാതന ഇന്ത്യയിലെ അറിവുകളും നിർമ്മാണ വിദ്യകളും ഇന്നും ശാസ്ത്രത്തിന് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു? ദ്വാരക ഇന്നും ആഴക്കടലിൽ നമ്മെ കാത്തുനിൽക്കുകയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നിഗൂഢതയുമായി അടുത്ത വീഡിയോയിൽ കാണാം.